ഒന്നും നാട് കടത്തുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ മോളാണെന്ന് നീ തന്നെ പോയി കണ്ട് ഉറപ്പിച്ചതല്ലേ? ഉപേക്ഷിക്കണ്ട. ഉടനെ തന്നെ എവിടെയെങ്കിലും ഒരു കല്യാണം ആലോചിച്ച് അവളെ അങ്ങ് കെട്ടിച്ച് വിടാമെന്നാ ഞാൻ മനസ്സിൽ കണ്ടത്. വയസ്സ് 10-23 ആയില്ലേ? എന്നായാലും കെട്ടിച്ചു വിടണ്ടേ? അവൾക്കൊരു നീതി കിട്ടണ്ടേ അപ്പച്ച? 23 വർഷം അനാഥ കുഞ്ഞായിട്ട് ജീവിച്ചവളാ. അവൾക്കൊരു അംഗീകാരം, അന്തസ്സും സ്നേഹവും എല്ലാം കിട്ടണ്ടേ? ഇവിടെ നിന്റെ കൂടെ ജീവിച്ച അത് കിട്ടുവോ? അപമാനവും പരിഹാസവും കുത്തുവാക്കും വഴക്കും വയ്യാവേലിയും ഒക്കെ സഹിക്കേണ്ടി വരില്ലേ? അതിനേക്കാൾ ഭേദം കൊള്ളാവുന്ന ഒരുത്തിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നതല്ലേ? അവള് നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ടാ പോരേ നിനക്ക്? അപ്പച്ചനെ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? ഇപ്പൊ വേണ്ട. എനിക്ക് ഇനി അവളെ ഒന്ന് കണ്ടിട്ട് മതി. ഞാൻ തന്നെ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അവളെ കണ്ട അപ്പച്ചൻ ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങും. ലാലിച്ച, നീ എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ. അപ്പച്ചൻ അടിയറവ് പറയും, ഉറപ്പാ. എന്റെ അടുത്തേ ഒരു തീയുടെയും വെളച്ചിൽ നടക്കത്തില്ല. അറിയാവോ നിനക്ക്? എവിടെയാ അവള്? അപ്പച്ചൻ വാ, കാണിച്ചുതരാം. ഇതാണ് അലീനയുടെ റൂം. ഇതല്ലേ ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി? അതല്ലേ ഞാൻ അവൾക്ക് കൊടുക്കേണ്ടത്. ലാലിച്ച, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാ കിടക്കില്ല. അത് നീ ഓർത്തോണം. അലീന, ചുമ്മാ കിടന്ന് ഉറങ്ങുമായിരിക്കും. പണിയൊന്നും ഇല്ലല്ലോ. അലീന, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അടക്കോ ഒതുക്കോ ഇല്ലാത്തവളാണെന്ന് മനസ്സിലായില്ലേ? എവിടെയെങ്കിലും കറങ്ങി നടക്കുകയായിരിക്കും. ഇതെന്നാ വിളിയാണ്? വെടിപൊട്ടുന്ന പോലെ. കുറച്ച് വിളിക്കേ. ആന്റപ്പൻ ചേട്ടൻ ബൈജു ചേട്ടന്റെ കൂടെ പോയിക്കുവാ. നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. എവിടെയായിരുന്നു അലീന? ഞാൻ കിച്ചണില്. അവിടെ എന്താ? പൗലോസേട്ടൻ കുക്ക് ചെയ്യുന്നത് കാണാൻ. കണ്ടുപിടിക്കാനാണോ? അറിയാത്ത കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതല്ലേ?
ഇതാരാണെന്ന് നിനക്കറിയോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിന്റെ വല്യപ്പച്ചൻ, അതായത് എന്റെ അപ്പൻ. നമസ്കാരം. ഇതാണ് അപ്പച്ചന് സമാധാനക്കേടുണ്ടാക്കിയ കക്ഷി, അലീന. ആ, മനസ്സിലായി. വല്യപ്പച്ചന്റെ പേരെന്താ? ഔതക്കുട്ടി. പള്ളിയിലെ പേര് ജോസഫ് വർഗീസ്. കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞാല് നാട്ടുകാർക്കും വീട്ടുകാർക്കും പിടികിട്ടത്തുള്ളൂ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, അത് കഴിഞ്ഞ് ഞാൻ വരാം. അപ്പച്ചനെ നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. എവിടെ താമസിക്കുന്നേ? ഇവിടെയല്ലല്ലോ. ഇവിടെ താമസിക്കുന്നു, എന്നാലും സ്ഥിരതാമസം പത്തനാപുരത്താണ്. ആ, ഞാൻ പാലായിലായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ടിപ്പോ ഞാൻ അറിഞ്ഞായിരുന്നു. വിവരങ്ങളൊക്കെ അപ്പ തന്നെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ എപ്പോഴാ ഇവിടുന്ന് പോവേണ്ടത്? ഇന്ന് പോണോ അതോ നാളെ പോയാ മതിയോ? എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് പോകാൻ? എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയല്ലേ വലിയപ്പച്ചൻ വന്നേക്കുന്നേ? അല്ല, ഇതാര് പറഞ്ഞു? അത് കൊള്ളാം. എനിക്കറിയാം വല്യപ്പച്ച, എന്നെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ ഉള്ള മനസ്സ് ഈ കുടുംബത്തില് ഒരാൾക്കൊഴികെ വേറെ ആർക്കുമില്ല. അല്ല, അതെ, അതിന്റെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാ എല്ലാം നോക്കണ്ടേ, എല്ലാരും കാണണ്ടേ. കുറ്റം പറഞ്ഞതല്ല വല്യപ്പച്ച. ഇവിടെ വന്ന ദിവസം വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതെന്റെ പപ്പയുടെ വീടാന്ന്. എന്നെ കൊണ്ടുണ്ടാകാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം. ഞാനതെല്ലാം മനസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. എനിക്ക് വണ്ടിക്കൂലി പോലും തരണ്ട. ചേടാ, ഇതിപ്പോ നീ വിചാരിക്കുന്ന പോലെ ഞാൻ നിന്നെ ഓടിച്ചു വിടാൻ വേണ്ടി ഒന്നും വന്നതല്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. വന്നു പോയില്ലേ? പറഞ്ഞയക്കാനാണെങ്കിൽ ഉടനെ പറഞ്ഞയച്ചേക്കണം. ഇവിടെ നിർത്തി പോരിക്കരുത്. പക്ഷേ നീ ഇങ്ങനെ ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞ ഇപ്പൊ എങ്ങനാ? ആലോചിക്കാൻ സമയം വേണ്ടേ? എത്ര ആലോചിച്ചാലും ശരി, ഞാൻ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലല്ലോ. പകരം കുറെ കുഴപ്പങ്ങൾ ഉണ്ടാവാനാ സാധ്യത. സ്റ്റാൻലി പപ്പയുടെ ഭാര്യ, മക്കള്, കുടുംബക്കാര്, നാട്ടുകാര്, പള്ളിക്കാര് എല്ലാരും എന്റെ നേരെ വരും. നീ ആര്? നീ എവിടുന്ന് വരുന്നു? കുടുംബം കലക്കാതെ പോ. ഇതായിരിക്കും സകലരുടെയും മനോഭാവം. അതൊക്കെ ശരിയാ, അല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നിന്നെ അങ്ങനെ പറഞ്ഞയക്കുന്നതും ശരിയല്ലല്ലോ. അത് സാരമല്ല, എനിക്കൊരു സങ്കടവും ഇല്ല. കാരണം ഈ ബന്ധങ്ങളൊന്നും ഇതുവരെ എനിക്കില്ലായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ ആ ഇല്ലായ്മയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. നമുക്കുണ്ടായിരുന്നത് നഷ്ടപ്പെടുമ്പോഴല്ലേ മനപ്രയാസം, ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. ലാലിച്ചനെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ല. അല്ലല്ല, അവൻ ഇഷ്ടാ, എനിക്കത് മനസ്സിലായി. ആ, വല്യപ്പച്ചനെ കുടിക്കാൻ എന്നതാ വേണ്ടത്? ചായ, കാപ്പി? കുടിക്കാനൊക്കെ അവൻ തന്നായിരുന്നു. ഇല്ല, ഒറ്റ ഒരെണ്ണേ കുടിച്ചോളൂ. ഞാനിവിടെ വരുമ്പോ ലാലിച്ചൻ എനിക്ക് ഒഴിച്ചു തരും. അത് പണ്ടേ അങ്ങനാ. എനിക്ക് ലാലിച്ചൻ തരുമ്പോ അത് മേടിച്ചു കുടിക്കാൻ ഇഷ്ടമാ. ആരാ ഈ ലാലിച്ചൻ എന്നുള്ള പേരിട്ടത്? പാറ പോലത്തെ മനുഷ്യൻ.
ആലിപ്പഴം പോലത്തെ പേര്. പണ്ട് ചിന്നമ്മ ഇട്ട പേരാ. ചിന്നമ്മയെന്ന് വെച്ചാ എന്റെ ഭാര്യ, ലാലിച്ചന്റെ അമ്മച്ചി. പാവം മരിച്ചുപോയി. ലാലിച്ചൻ നിന്നെ കണ്ട് ഇഷ്ടപ്പെടാനും ഇവിടെ കൊണ്ടുവരാനും ഉള്ള കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്താ കാരണം? നീ ചിന്നമ്മയുടെ തനി പകർപ്പാ. ചിന്നമ്മ എവിടെ പോയെന്ന് നോക്കണ്ട. അതല്ലേ ഞാൻ നിന്നെ കണ്ടപ്പോ അന്തം വിട്ട് നിന്നത്. കണ്ടോ, ആ ചിരിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ആ നിപ്പും ആ നോട്ടവും എല്ലാം. ഓ, അതുകൊണ്ടാണല്ലേ എന്നെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചത്. വല്യപ്പച്ചൻ എന്നെ ഇവിടെ നാട്ടിൽ പായിക്കാൻ റെഡി ആയിട്ടല്ലേ വന്നത്. എന്നെ കണ്ടപ്പോ മനസ്സ് മാറി അല്ലേ? അല്ല, അതൊക്കെ പോട്ടെ. മോളെനിക്ക് കുടിക്കാൻ എന്തെങ്കിലും താ. നിന്റെ കൈകൊണ്ട് ആദ്യമായിട്ട് ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാ താ. എന്നാ വാ, ഞാൻ എടുത്തുതരാം. പോലോ, നീ എന്താടാ എപ്പ നോക്കിയാലും എന്തെങ്കിലും എടുത്ത് ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്ക് അതിനും മാത്രം പണി എന്താടാ ഇവിടെ? എനിക്കറിയാൻ മേല, എന്റെ കൈ കഴിഞ്ഞിട്ട് നേരമില്ല. ജോലി കൂടുതലുണ്ടെങ്കിൽ എന്നോട് കൂടെ പറ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വെറുതെ ഇരിക്കുവല്ലേ ഞാൻ. അയ്യോ വേണ്ടായി, എന്നിട്ട് വേണം കേണൽ സാഹിബിന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കാൻ. കേണൽ സാഹിബിനോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട, എനിക്കേ അറിയത്തുള്ളൂ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ എന്തൊക്കെയാണ്. അതിനിടയ്ക്കേ വേറെ ആരെങ്കിലും കൈ കടത്തിയാലേ എല്ലാം തെറ്റും. നീ എല്ലാം ശരിയാക്കി വെച്ചിരിക്കുക അല്ലേ? ഞാൻ ഇതെങ്ങനെങ്കിലും നടത്തിക്കൊണ്ട് പോക്കോളാം. ചായയാണോ കാപ്പിയാണോ? കേണൽ സാറിന് കോഫിയാണ് താല്പര്യം, അതുകൊണ്ട് ചോദിച്ചതാ. മോളെ, നിനക്ക് ചായ ഇടാൻ അറിയാമെങ്കിൽ അതിലൊന്നെടുത്തോ. ചായ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് തരാം. പൗലോസേട്ടൻ ചെയ്തോണ്ടിരുന്ന ജോലി ചെയ്യും. വല്യപ്പച്ചനുള്ള ചായ ഞാൻ ഇട്ടോളാം. എന്റെ അടുക്കള കയറി ഒന്ന് വേറെ ആരെങ്കിലും ചൊറിയുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ അടുക്കളയോ? നിന്റെ അപ്പന്റെ വകയാണോടാ കഴിവറുടെ വാന ഇത്? എന്റെ മകന്റെ വീടാ ഇത്. അവന്റെ മോക്ക് ഈ അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ട് കുടിക്കണമെങ്കിൽ നിന്റെ സമ്മതം വേണോടാ ഏരപ്പാളി? വേണ്ട വല്യപ്പച്ച, വഴക്കൊന്നും വേണ്ട. എന്തിനാ ഒച്ചയിടുന്നേ? നീ ചായ എടുക്കുമോളെ. ഇവൻ എന്താ പുളുത്താൻ പോകുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. യോ മതിയെന്നേ. എന്റെ തനി സ്വഭാവം പുറത്തെടുത്താലുണ്ടല്ലോ. അതിന് കുട്ടിച്ചായനോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നേ? തലയിരിക്കുമ്പം വാലാടരുത്, അതെപ്പോഴും ഓർമ്മ വേണം. ഒരു ചായ ഇട്ടോന്ന് വെച്ച് എനിക്കൊരു പ്രശ്നമില്ല. ചായ ഇട്ടോ. വേണ്ടതൊക്കെ എടുത്തു കൊടുക്കടാ. അയ്യോ വേണ്ട, ഞാൻ ചെയ്തോളാം.
ഇതാ പൗലോ ചേട്ടാ. എനിക്ക് വേണ്ട. നിന്റെ മുതലാളിയുടെ സ്വന്തം മോള് ഇട്ട് തരുന്ന ചായ അല്ലേടാ ഇത്? നന്ദി കെട്ടവനെ, വാങ്ങിച്ചു കുടിക്കടാ. ഉം. ഇതാണ് മോളെ ചായ. സൂപ്പർ സൂപ്പർ. ഉം. ആ. കുടിച്ചു നോക്കടാ. എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ല. ആർക്ക് കുഴപ്പമില്ലെന്ന്? നിന്നോട് ചായ കൊള്ളാവെന്നാ ചോദിച്ചേ. കൊള്ളാം, നല്ലതാ. എന്നാ പിന്നെ അതങ്ങോട്ട് പറഞ്ഞ എന്നാടാ? ആ, കുഴപ്പമില്ലെന്ന്. ഒരാള് നല്ലത് ചെയ്യുമ്പോ പറയാൻ മടി. മോളെ, നല്ല ചായ. ദേ, ഇതിന്റെ പാകം ഇവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അതൊന്നും വേണ്ടെന്നേ. കേണൽ സാബ് ചായ കുടിക്കത്തില്ല. പിന്നെ വല്യപ്പച്ചന് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? ആ, എന്നാ പിന്നെ അങ്ങനെ മതി. ഉം. കള്ളു കുടിച്ച വയറ്റിലോട്ട് ചെല്ലുമ്പോ ഇത് പിരിഞ്ഞു പോകത്തില്ലേ വല്യപ്പച്ച? പാല് പിരിയുന്ന പോലെ. പിരിഞ്ഞിട്ട് എങ്ങോട്ട് പോകാനാ? വയറ്റിൽ തന്നെ കിടക്കും. അതിന്റെ അകത്ത് നടക്കുന്ന ക്രിയകൾ വല്ലതും നമ്മൾ കാണുന്നുണ്ടോ? ആ, പണ്ട് ചിന്നമ്മ ഉണ്ടാക്കി തന്ന എന്തും മാത്രം ചായ ഇങ്ങനെ പിരിഞ്ഞു പോയേക്കുന്നേ. കൊറേ കുടിച്ചിട്ടുണ്ടല്ലേ? എന്തുവാ മോളെ, ചായയോ അതോ കള്ളോ? രണ്ടും. കാലം എത്രയായി എന്ന് തുടങ്ങിയതാ. ഓർത്തു നോക്കിയാ ഒരന്തവും ഇല്ല. കണ്ടില്ലേ? ആ, കണ്ടു. ഇവിടെ നിൽക്കണ്ട, പോയിക്കോളാൻ പറഞ്ഞു അവളോട്. ആ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പൊയ്ക്കൊള്ളാൻ പറയാൻ ഞാനാരാ? അപ്പച്ചനല്ലേ പറഞ്ഞത് അവളെ ഇവിടെ നിന്ന് ഇന്ന് തന്നെ പറപ്പിക്കണമെന്ന്? അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അവക്ക് ചെറുണ്ടോ പറക്കാൻ? ഒരു ഗുമ്മിനങ്ങ് പറഞ്ഞതല്ലേ. ഇപ്പോ കണ്ടിട്ട് എന്തായി? കണ്ടു, വിവരങ്ങളൊക്കെ സംസാരിച്ചു. സംസാരിച്ചിട്ട് സത്യം പറയാമല്ലോ, എന്റെ സകല കണക്കുകൂട്ടലുകളും അവള് തെറ്റിച്ച് കളഞ്ഞു. ലാലിച്ച, ഞാനിവിടെ വരുന്നത് വരെ വിചാരിച്ചത് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരനാഥ പ്രേതമാണെന്നല്ലേ. ഓ, അവൾ എന്നാ ഒരു മിടുക്കി പെണ്ണാടാ. അവള് നിന്റെ മോള് തന്നെയാ, അതെനിക്ക് ഉറപ്പാ. എന്തെങ്കിലും സംശയം അപ്പച്ചന് ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. യാതൊരു സംശയവും ഇല്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഭയങ്കര അതിശയം തോന്നുക. എന്താന്നറിയാവോ? നിന്റെ അമ്മയുണ്ടല്ലോ, ചിന്നമ്മ, അവൾ എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട. അതേ രൂപം, അതേ നോട്ടം, അതേ ചിരി, ആ വർത്താനം പോലും ഏതാണ്ട് അതേമാതിരി തന്നെയാ. ഇതെങ്ങനെയാടാവുക ഇതുപോലെ ഒത്തുവരുന്നേ? നീ പാലായി പോയി അവളെ കണ്ടപ്പോ തന്നെ തിരിച്ചറിഞ്ഞത് അങ്ങനെയല്ലേടാ കള്ള? എന്നിട്ടല്ലേ നീ അവളെ ഇങ്ങോട്ടെടുക്കാൻ തീരുമാനിച്ചത്?
അതൊക്കെ ശരിയാണ്. ലാൽച്ച, നീ അവളോട് കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറണം കേട്ടോ. അതിന്റെ ഒരു സങ്കടം അവക്കുണ്ട്. അപ്പോ അപ്പച്ചൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണ്ടേ? അതിനല്ലേ വന്നത്? അല്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ സംഗതിയുടെ കിടപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ എല്ലാം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ടേ അതിന്റെ ന്യായം എന്താണെന്ന് വെച്ചാ അത് ചെയ്യുന്നതല്ലേ നല്ലത്. എനിക്കൊരു ജോലിക്കാരി വേണം അലീനയ്ക്ക് പകരം. അലീഹിനയ്ക്ക് പകരം നിനക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല. നീ കുഞ്ഞുമോളെയോ ലീഹിലെയോ ജാനുവിനെയൊക്കെ അന്വേഷിക്ക്, ഇഷ്ടം പോലെ കിട്ടും. അവള് ചിന്നമ്മയാണെങ്കിൽ നിന്നെ വരച്ച വരെ നിർത്തും. നോക്കിക്കും.